ഹായ്! ഇന്ന് നമുക്ക് ഈ കപ്പ് കേക്ക് ലൈനർ വെച്ചിട്ട് എങ്ങനെ ക്രിസ്മസ് ഡെക്കോർ ഉണ്ടാക്കാന്നുള്ളത് ഒന്ന് നോക്കിയാലോ? കുറേ നാളായി വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. ഞാനിത് ഉപയോഗിക്കാറില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇങ്ങനെ എന്തെങ്കിലും ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. ഈ കപ്പ് കേക്കിൻ്റെ ലൈനേഴ്സ് എല്ലാം നമ്മൾ ഹാഫാക്കി വൈറ്റ് പോർഷൻ കാണുന്ന രീതിക്ക് മടക്കി വയ്ക്കുക. ദെൻ നമ്മൾ ഗ്ലൂ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് കുറച്ചധികം തെറ്റിപ്പോയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ ആ മടക്കിയതിൻ്റെ ഉള്ളിൽ ഒരു ലൈൻ പോലെ ഗ്ലൂ ചെയ്യുക. അതിനുശേഷം അത് നമ്മൾ മടക്കിയതിൻ്റെ പുറത്ത് 2 സൈഡിൽ 2 മുകളിലും താഴെയും ഓരോ ലൈൻ പോലെ ഗ്ലൂ ചെയ്യുക. സെയിം പ്രോസസ്സ് തന്നെയാണ് എല്ലാത്തിലും ചെയ്യേണ്ടത്. തുറക്കുക, നടുക്കിൽ ഒരു ലൈൻ കൊടുക്കുക, ദെൻ മടക്കിയിട്ട് മുകളിലും താഴെയും ഓരോ ലൈൻസ് കൊടുക്കുക. അതിങ്ങനെ ചെയ്ത് ചെയ്ത് പോവുക. ഇങ്ങനെ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. ഈ ഒരു ഐറ്റം നമ്മൾ ഒട്ടിച്ചതൊന്ന് വിട്ട് വരാനായിട്ട് കുറച്ച് പാടായിരുന്നു. കാരണം കുറച്ച് തിന്നായിട്ടുള്ളൊരു പേപ്പറായിരുന്നു. അങ്ങനെ നമ്മളത് ചെയ്യുന്നുണ്ട്. അതിന് ഒന്ന് ഹാങ് ചെയ്തിടാനായിട്ട് ഒരു ത്രെഡ് കൊടുക്കുന്നുണ്ട് സെൻറ്ററിൽ കൂടെ. ദെൻ നമ്മൾ 2 എൻഡ് പോർഷൻസും തമ്മിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതേപോലെ തന്നെ ഞാനൊരു വൈറ്റ് കളറും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കപ്പ് കേക്ക് ലൈനർ വെച്ചിട്ട് തന്നെയായിരുന്നു. ഈ ഒരു റെഡിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് വൈറ്റ് ആയിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ഈ ഒരു കളർ ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. ബൈ.